നമുക്ക് നോക്കാല്ലേ. അങ്ങനെ ഒളിച്ചോടിന്റെ കാര്യം എന്താണുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ. എന്താ തിരുവനന്തപുരത്തുകാർക്ക് ആവേശം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഈ വിവാദങ്ങളുടെയൊക്കെ കാരണമാണോ? ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത അല്ല, അങ്ങനെ ഒരു വിവാദത്തിന്റെ ഒന്നും ഭാഗമല്ലാന്ന് തോന്നുന്നു. ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നഗരസഭ ഈ ഒരു ടാക്സ് കണക്കൂട്ടറിയാൻ പാടില്ല. വിനോദ നികുതി 5% നിന്ന് 12% ആക്കിയതും ഒരു ഘടകമാണെന്നുള്ള വിലയിരുത്തലുണ്ട്. ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് അനിവാര്യമായിരുന്നു ആ വർധന. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അവക്കൊന്നും അറിയില്ല. മണ്ടി. ശരിക്കും നിയമപരമായി ടാക്സ് ഈടാക്കുന്നത് 24% മുതൽ 48% വരെയാണ്. അത് നമ്മൾ ഓരോ മാച്ചിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് കൊണ്ടുള്ള എല്ലാം ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ തീരുമാനമൊന്നും എനിക്ക് കേൾക്കണ്ട. ഉണ്ട പപ്പടം ഉടക്കെങ്കിലും നന്ദി വേണം. നന്ദി. നന്ദിയോ? എന്തിനാ? എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. അത് നഗരസഭയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വരുമാനമാണല്ലോ. നഗരസഭയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വരുമാനമാണല്ലോ. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? പല വികസന പദ്ധതികൾക്ക് വേണ്ടി കൂടിയെടുക്കുന്ന വരുമാനമാണ്. നഗരസഭയുടെ ഒരു സാമ്പത്തികമായ ഒരു കെട്ടുറപ്പ് കൂടി അതിന്റെ ഭാഗമുണ്ട്. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഈ മാലയുടെ പകുതി ഭാഗം സ്വർണം പൂശാനുള്ള നയാ പൈസ എന്റെ കയ്യിലില്ല. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവും. കുടുംബം നന്നായ സമൂഹം നന്നാവും. സമൂഹം നന്നായ രാജ്യം നന്നാവും. രാജ്യം നന്നായ ലോകം നന്നാവും. അപ്പൊ നമുക്ക് നോക്കാല്ലേ. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മളെന്തിനു പേടിക്കണത്? മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ MLA സച്ചിൻ ദേവിനെതിരെ സാക്ഷിമൊഴി. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. സംഭവം നടക്കുമ്പോൾ MLA ബസ്സിൽ കയറിയതിനാണ് മൊഴിയുള്ളത്. ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാർ. MLA ബസ്സിൽ കയറിയ ശേഷം തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെന്നാണ് മൊഴി. നിന്റെ പണി ഇതാണോടാ? പൊന്നു സാറേ ഒന്ന് തല്ലരുത്. ബസ്സിന് മുന്നിൽ സഞ്ചരിച്ച കാറിനെ പല പ്രാവശ്യം ബസ് ഇടതുഭാഗത്തോടുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. പിൻസീറ്റിലിരുന്ന ആര്യ രാജേന്ദ്രൻ ഡ്രൈവറെ നോക്കിയപ്പോൾ അശ്ലീല ചുവയുള്ള ആംഗ്യം കാണിച്ചുവെന്നാണ് പരാതി. അരിവർഷം നിർത്തിയപ്പോ പിണ്ണാക്ക എഴുതിട്ട ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓടിച്ചിരുന്ന ഗ്ലാസ് ബോഡി വണ്ടിയാണ്. കൈ പുറത്തോട്ട് പോലും ഇടാൻ പറ്റില്ല. പഴയ ഗ്ലാസ് ആണ്. പറഞ്ഞത് കേട്ടോടാ. അത് നീങ്ങ പോലുമില്ല. റണ്ണറിലെ കൂടെ നീങ്ങ പോലുമില്ല. നമുക്ക് കൈ വെളിയിലിട്ട് കാണിക്കാം. അന്തസ് വേണോടാ, അന്തസ്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എന്തായാലും മോശമായി പോയി. അതായത് പോലീസുകാര് എല്ലാവരും ഇവരെ കൂട്ടത്തിയാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് വ്യക്തമായി. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ ഇവിടെ പരിവർത്തനത്തിന്റെ പാത വെട്ടാൻ കഴിയൂ. ഇനിയെങ്കിലും മനസ്സിലാക്കണം. ന്യായമായിട്ട് സത്യസന്ധമായിട്ട് പോലീസുകാർ നല്ല ന്യായമായിട്ടുള്ള കാര്യത്തിന് നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കോടതിയായാലും അങ്ങനെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊട്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത്. എന്നിട്ടും അവൻ നിങ്ങളോട് കൂട്ടുകൂടും. ഇതൊക്കെ വെറും അധികാരത്തിന്റെ ഇതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ അതേസമയം പ്രധാന തൊണ്ടി മുതലായ മെമ്മറി കാർഡ് ആര് കൊണ്ടുപോയെന്ന് ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നെ സംശയിക്കരുത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. അപ്പൊ നമുക്ക് നോക്കാല്ലേ. എന്താ ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു കണ്ടോ? ഈ പറഞ്ഞ എസ്ലോജിക് കമ്പനി എന്ന് പറയുന്നത് ഇവിടത്തെ കമ്പനിയായിട്ട് ആര് ബന്ധം? ആയിക്കോട്ടെ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. ഏത് വായനാണാവോ കളി കണ്ടേ? ഈ കഴുതക്കുട്ടി കൊച്ചുണ്ണിനെ തന്നെ. ഇതൊക്കെ ഗുഹാപോഹങ്ങളാണ്. ഇനി അങ്ങനെ വല്ല അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അറിയേണ്ട ആവശ്യമില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? താൻ വാല് പൊക്കണം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണ്. ഇന്ന് പത്രങ്ങളിൽ മുഴുവൻ വന്നിരിക്കുന്നത് അസംബന്ധ വാർത്തകൾ. പറയാൻ നീ ആരാടാ പന്നി? നമസ്കാരം. എന്തോ പ്രാഥമിക പരിശോധനയ്ക്ക് പോലും നിലനിൽപ്പില്ലാത്ത വാർത്തകൾ. അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ്. 10 കോടി രൂപയിലധികം പലപ്പോഴും ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. ഒരിക്കലും സർ, ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്ത എന്തൊക്കെയോ പറയുവാണ്. ഇവിടെ കോവെ തന്നെ ആരോട് കേസ് ഏൽപ്പിച്ചത്? കാട്ടാനെ വരെ ചൂണ്ടുപറമ്പത്തിൽ നിർത്താൻ കഴിവുള്ളവരാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. സഖാക്കളുടെ നേതാവായ പാവപ്പെട്ടവന്റെ നേതാവായ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ ആണ്. ഇനി നിൽക്കണ്ട വലിയ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചതിന് പോലും കമ്മീഷൻ ചിലപ്പോൾ അവിടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? സൈൻ ചെയ്ത ഈ ഡോക്യുമെന്റ് പ്രകാരം വീണയ്ക്ക് കൊടുക്കേണ്ട സാലറി 3,34,800 രൂപ. സ്ഥിരമായിട്ടോ അതോ താൽക്കാലികമായിട്ടോ? തീരായിട്ട് വേണമെങ്കിൽ തലമുറയായി കൈമാറി ജോലി ചെയ്യാം. അല്ല അവര് ഒന്നും പറയണ്ട, ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. സ്വപ്നയുടെ പേരിൽ പ്രൈസ് വാട്ടർ കുപ്പേഴ്സിന് പോയ പൈസ 3,34,800. സ്വപ്നയ്ക്ക് കിട്ടിയത് 1,07,000. കൃത്യമായ മാസപ്പടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്നു, അല്ലെങ്കിൽ വീണ വിജയന് ചെന്നിരുന്നു എന്ന് വേണം ഈ ട്രാൻസാക്ഷൻ വഴി മനസ്സിലാക്കാൻ. RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. അല്ലാതെ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് നോക്കാല്ലേ. നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാവും? എന്ത് കുഴപ്പമുണ്ടാവാനാ? ഒരു ഗസ്റ്റ് ഉണ്ട്, വേഗം ഒരു ചായ എടുക്കണോ. ആരാണ് ഇവിടെ എത്ര വലിയ ഗസ്റ്റ്? അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ? ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴി ഞാൻ സ്വയം പരിചയപ്പെടും. ഞാൻ ഇത്രയോ ചാടത്തെണ്ടി, എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ. ഇത്രയോ ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. നീ പോടേ. ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാൻ അധ്വാനിച്ച് ജീവിക്കണം. ഇന്നിപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയുന്നു. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള മര്യാദയ്ക്ക് സംസാരിക്കണം. താനാരാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? തെണ്ടികളായിട്ടുള്ള തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. ഈ മനസ്സിൽ കുഷ്ടം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യം നാണമില്ലയോടാ നിനക്കൊക്കെ? നാണമുണ്ടോ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശും മേടിൽ ആളാണ്ട് വല്ല കാര്യമുണ്ടോ? രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഇറങ്ങിയത് അല്ലേ? ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് എല്ലാം പറ്റിയ പണിയല്ല, അതൊരു കലയാണ്. അപ്പൊ നമുക്ക് നോക്കാല്ലേ. എന്റെ ജീവിതത്തിൽ വച്ചടി കയറ്റം ഉണ്ടാവും. നീ നോക്കിക്കോ, ഞാനൊരു കാർ വാങ്ങും. അതേടാ. എന്താ നിന്റെ ഉദ്ദേശം? ഒരു നമ്പറില്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി 2 നമ്പർ 1 തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം. ഹറിയാം. കറിയൂപ്പ് അല്ലടോ, ഹറിയാം. ഒന്ന് വേഗം വരാൻ. കമോൺ. എനിക്കൊരു പ്രശ്നമല്ല. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ പരീക്ഷിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് സാമൂഹ്യ സേവനം ശിക്ഷ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതേപോലെ ചെയ്യും. കാണിക്കാൻ വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. സഞ്ജു ടെക്കിയും സ്വിമ്മിംഗ് പൂളുമായി യാത്ര ചെയ്ത മറ്റ് 3 പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 4 ദിവസം സന്നദ്ധ സേവനം നടത്തണം. ഒരറ്റംപ്റ്റ് ചീറ്റിന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. വാഹനത്തിന്റെ പിൻഭാഗത്ത് സീറ്റ് അഴിച്ചു മാറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു. എന്താണ്ടത്? പോളിംഗ് ഷീറ്റ് വലിച്ചു കെട്ടി അതിലാണ് വെള്ളം നിറച്ചത്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗി. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ല. കേട്ടോ? വാഹനത്തിലെ പൂളിന്റെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്തു. ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത്
മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ്, എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണം. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി. 5 കൊല്ലം സർക്കാർ കാര്യമല്ലേ? 1 വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാ. തന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണ്ടോ? താനിങ്ങോട്ട് വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.